ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പനിയുടെ വക്കീലന്മാർ കേസ് നീട്ടിവെക്കുന്നത് ലീഡർമാരെ രക്ഷിക്കാനാണ്, കൂടുതൽ കേസുകൾ വരാതിരിക്കാനാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി ലീഡർമാരും നമ്മുടെ ചാക്കോവൊക്കെ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരെങ്ങനെയെങ്കിലും ഈ കേസിൽ ഈ കമ്പനിക്കെതിരെ കേസ് വരാതിരിക്കാൻ, അവർക്കെതിരെ കേസ് വരാതിരിക്കാനുള്ള അടവുകളാണ് ഇവർ പയറ്റുന്നത്. അപ്പോൾ ആരെങ്കിലും കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഏത് വിധേനയും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 24 മണിക്കൂറായിട്ട്. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്താണ് ഒരുപാട് സ്ത്രീകൾ ഇനി ഇതൊരു രക്ഷയില്ല എന്നും ഇവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് എന്ന് പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോകുന്നത് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊക്കെ കേസിന് പോവുകയാണ്. പക്ഷേങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാക്കോവും മറ്റു ലീഡർമാരും പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ മിനിമം 10 വർഷം എടുക്കുമെന്നും ഈ നമ്മുടെ വക്കീലിന് പൈസ കൊടുത്ത് നമ്മൾ വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുമാണ്. എന്നാൽ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഇത് ബഡ്സ് ആക്ട് പ്രകാരമുള്ള ഒരു കേസാണ്. അപ്പോൾ അതിൽ എതിർകക്ഷി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. കേസ് എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അവരാണ് നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത്. അപ്പോൾ നമ്മളതിൽ വെറും ഇര മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു FIR, ഈ തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് ഒരു FIR ഇടുകയും അതിന് മൊഴി രേഖപ്പെടുത്തുകയും അതിൻ്റെ പുറത്ത് FIR ഇടുകയും, അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ FIR ഇട്ടതിന് ശേഷം അതാത് ജില്ലാ കളക്ടർക്ക് അയച്ചു കൊടുക്കുകയും അവരെ ഇതിൽ ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിത്തരാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നുമാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ നമ്മൾ ജില്ലാ കളക്ടർക്ക് അയക്കുന്നതോടുകൂടി നമ്മുടെ ഒരു പണി തീരുകയാണ്. അതിനുശേഷം ജില്ലാ കളക്ടർ നമുക്കറിയാം, തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇവരുടെ ആസ്തികളൊക്കെ ജപ്തി ചെയ്തിട്ടുണ്ട്. അത് ടെമ്പററി ഫ്രീസിങ് ചെയ്തിട്ടുണ്ട്. അത് ഡിസംബർ 23 കോടതിയിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കോടതി അത് പരിശോധിച്ച് അടുത്ത് തന്നെ അത് പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യും. പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആസ്തികളൊക്കെ തന്നെ ജില്ലാ കളക്ടറുടേതായി മാറും. ജില്ലാ കളക്ടറുടേതായി മാറിയതിന് ശേഷം ആരൊക്കെയാണോ ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നത് അവർക്ക് അവരുടെ രേഖകൾ പരിശോധിച്ച് അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻ്റ് അനുസരിച്ചുള്ള തുകകൾ വിതരണം ചെയ്യുക എന്ന് മാത്രമാണ്. ഇതാണ് ഇതുവരെ ഇല്ലാത്ത ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ബഡ്സ് ആക്ട്. 2021 മുതലാണ്, 2019 വന്ന ഈ നിയമം 2021 മുതലാണ് സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതുപോലെ നിക്ഷേപ തട്ടിപ്പുകളിൽ ഇരയായവർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം ഇന്ത്യയിലൊട്ടാകെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് വക്കീലിൻ്റെ ആവശ്യം തന്നെയില്ല. നിങ്ങൾ ഒരു FIR ഇടുക, അത് പോലീസ് അന്വേഷിച്ച് പോലീസ് അതിൻ്റെ റിപ്പോർട്ട് ഈ ബഡ്സിൻ്റെ ഡെസിഗ്നേറ്റഡ് കോർട്ടിലാണ് സമർപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ചീറ്റിംഗ് കേസും ഉൾപ്പെടുത്താം. ചീറ്റിംഗ് കേസ് ഉൾപ്പെടുത്തി പ്രതികൾ അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ചേർത്ത ആൾക്കാർ അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതോടുകൂടി എന്തായാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ എത്രയാണെങ്കിലും അത് തിരിച്ചു കിട്ടും. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. അതാണ് ഈ നിയമത്തെക്കുറിച്ച് പറയാനുള്ളത്. ചാക്കോയെ പോലെയുള്ള ഇത്തരം കള്ളന്മാർ ഈ ബഡ്സ് ആക്ടിനെ കുറിച്ച് പരാമർശിക്കാതെ അവർ പലതും പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിനൊക്കെ ഓരോ വോയിസിനും എത്ര പൈസയുണ്ട് എന്ന് അന്വേഷിക്കണം. അദ്ദേഹമൊക്കെ ഈ വയസ്സാം കാലത്ത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഈ കള്ളന്മാർക്ക് സഹായം ചെയ്യുന്ന മനുഷ്യദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചാക്കോ നിങ്ങളോടൊക്കെ പറയുകയാണ്. നിങ്ങളൊക്കെ മനുഷ്യകുലത്തിൻ്റെ തന്നെ ദ്രോഹിയാണ്.